പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ലോകമെമ്പാടുമുള്ള കുട്ടികളും മുതിർന്നവരും ഒരേപോലെ കേട്ടിട്ടുള്ള 1001 രാവുകളിലെ ഏറ്റവും പ്രശസ്തമായ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയാണ്. ഈ കഥ ഞാൻ കേരളത്തിലോ ഇന്ത്യയിലോ ഇരുന്നല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എവിടെ നിന്നും കേൾക്കുന്നു എന്നറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വിരോധമില്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? ഇനി നമുക്ക് നമ്മളുടെ കഥയിലോട്ട് പോകാം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് പേർഷ്യയിലെ ഒരു വലിയ ഗ്രാമത്തിലായിരുന്നു. അവിടെ 2 സഹോദരന്മാരുണ്ടായിരുന്നു, കാസിമും ആലിബാബയും. രണ്ടുപേരും ബാല്യത്തിൽ വളരെ പാവപ്പെട്ടവരായിരുന്നു. എന്നാൽ വളർന്നപ്പോൾ അവരുടെ ജീവിതം പാടെ മാറി. കാസിം ഒരു സമ്പന്നയായ വ്യാപാരിയുടെ മകളെ വിവാഹം ചെയ്തതിനാൽ അവൻ്റെ ജീവിതം മാറി മറിഞ്ഞു. വിവാഹത്തിന് ശേഷം ഭാര്യയുടെ വീട്ടിലെ വലിയ സമ്പത്തും വ്യാപാര സ്ഥാപനങ്ങളും അവൻ്റേതായി മാറി. സമ്പത്ത് കൂടുന്തോറും കാസിം കൂടുതൽ അഹങ്കാരിയായി മാറി. പണമാണ് എല്ലാം എന്ന് അവൻ ധരിച്ചു. പണത്തിൻ്റെ ശക്തിയാണ് മനുഷ്യനെ ഉയർത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളായി മാറി. എന്നാൽ ആലിബാബയാവട്ടെ ഇതിൻ്റെ പൂർണ്ണ വിപരീതമായിരുന്നു. ആലിബാബ ഒരു പാവപ്പെട്ട മരം വെട്ടുകാരനായിരുന്നു. ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു അവൻ്റെ താമസം. അവൻ്റെ എല്ലാ ദിവസവും ഒരേപോലെയായിരുന്നു. രാവിലെ കാട്ടിലേക്ക് പോകുക, മരം വെട്ടുക, അത് മാർക്കറ്റിൽ വിൽക്കുക, കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ വീട്ടുജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ആലിബാബയ്ക്ക് തൻ്റെ അവസ്ഥയിൽ ഒരിക്കലും പരാതി ഉണ്ടായിരുന്നില്ല. അവൻ വളരെ സത്യസന്ധനും മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അന്നേ ദിവസം ആലിബാബ എന്നത്തെയും പോലെ തൻ്റെ കഴുതയുമായി മരം മുറിക്കാൻ പുറപ്പെട്ടു. മനസ്സിൽ അവൻ പറഞ്ഞു, ഇന്ന് കുറച്ചുകൂടി ഉൾക്കാട്ടിൽ പോയി മരം മുറിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിട്ടിയത് വളരെ കുറവായിരുന്നു. ആലിബാബ ഉൾക്കാട് ലക്ഷ്യമാക്കി നടന്നു. പക്ഷികളുടെയും ചീവീടിൻ്റെയും ശബ്ദം, ചെറിയ അരുവിയുടെ കളകളാനാദം എല്ലാം ചേർന്ന് ഒരു ശാന്തത അവന് തോന്നി. ആദ്യം കണ്ട വടിവൊത്ത വൃക്ഷം ശാന്തമായി അവൻ വെട്ടാൻ ആരംഭിച്ചു. എന്നാൽ അധികം താമസിയാതെ ഒരു അപ്രതീക്ഷിത ശബ്ദം കേട്ടു. കുറേയേറെ കുതിരകളുടെ പാദശബ്ദമായിരുന്നു അത്. കാട്ടിലെ സ്വാഭാവിക ശബ്ദങ്ങൾ പെട്ടെന്ന് മങ്ങിപ്പോയ പോലെ തോന്നിയവന് ആലിബാബ ഉടനെ തന്നെ അടുത്തു കണ്ട വലിയ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു നിന്നു. തൻ്റെ കണ്ണിന് മുന്നിൽ കണ്ട കാഴ്ച അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 40 കറുത്ത വസ്ത്രധാരികളായ കള്ളന്മാർ. ആലിബാബയുടെ കണ്ണുകൾ വലുതായി. താൻ ഇന്ന് ഇവിടെ മരിച്ചു വീഴും എന്നവന് തോന്നി. അതേസമയം കള്ളന്മാരുടെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ അവിടെ കണ്ട പാറയുടെ മുന്നിൽ ചെന്ന് നിന്ന് കൈ ഉയർത്തി പറഞ്ഞു, തുറക്കൂ സീസേ. നേതാവിൻ്റെ വാക്കുകൾ കേട്ട് പാറ പെട്ടെന്ന് ഇളകി തുടങ്ങി. നിശ്ചലമായിരുന്ന വലിയ പാറ 2 വശത്തേക്കായി പതിയെ നീങ്ങി. അത് ഒരു സാധാരണ പാറയല്ലായിരുന്നു, അത് ഒരു ഗുഹയുടെ രഹസ്യവാതിലായിരുന്നു. ആലിബാബ ആശ്ചര്യത്തിലും ഭയത്തിലും ഇതെല്ലാം നോക്കിക്കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ഗുഹ, അതും ആരും കാണാത്ത രീതിയിൽ. ആരാണിവർ? എന്താണ് ഇവിടെ ഒളിപ്പിക്കുന്നത്? എന്നാൽ 40 കള്ളന്മാർ പാറ തുറന്ന് ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ആലിബാബയാവട്ടെ ഇതെന്താണെന്നറിയുവാൻ കാതോർത്തു. പെട്ടികൾ തള്ളുന്ന ശബ്ദം, ഇരുമ്പ് പതിക്കുന്ന ശബ്ദം, നാണയങ്ങൾ ഇടിക്കുന്ന ശബ്ദം, ആകെ ഒരു അശരീരി കേട്ടു. എന്നാൽ കള്ളന്മാർ അവർ മോഷ്ടിച്ച ഓരോ പെട്ടിയും എടുത്ത് അടുക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു, തുറക്കൂ സീസേ.
പാറ തുറന്നപ്പോൾ 40 കള്ളന്മാരും ഗുഹയുടെ പുറത്തേക്ക് തിരിഞ്ഞു പറഞ്ഞു, അടയ്ക്കൂ സീസേ. പാറ ആലസ്യത്തോടെ പക്ഷേ ഭയപ്പെടുത്തുന്ന രീതിയിൽ വീണ്ടും നീങ്ങി ഗുഹയുടെ വാതിൽ പൂട്ടി. കള്ളന്മാർ കുതിരപ്പുറത്ത് ശീഘ്രം യാത്രയായി. എല്ലാവരും പോയി എന്നുറപ്പു വരുത്തിയതിനു ശേഷം ആലിബാബ പാറയ്ക്കു പിന്നിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ ഹൃദയം ഇപ്പോഴും വേഗത്തിലായിരുന്നു. ആലിബാബ ഒരു ദീർഘശ്വാസം വിട്ട് പാറയിലേക്ക് നടന്നു. അവൻ കള്ളന്മാരുടെ നേതാവ് പറഞ്ഞ അതേ വാക്കുകൾ ഉറക്കെ പറഞ്ഞു, തുറക്കൂ സീസേ. പാറ വീണ്ടും നീങ്ങി തുടങ്ങി. ഗുഹയുടെ ആഴങ്ങളിൽ നിന്നും സ്വർണത്തിന്റെ തിളക്കം പടർന്നു. ആലിബാബയ്ക്ക് കണ്ണുകൾ അടയ്ക്കാൻ സാധിച്ചില്ല. അവിടെ കണ്ട കാഴ്ച അവന് സ്വപ്നതുല്യമായിരുന്നു. സ്വർണ്ണ കൂമ്പാരം, വജ്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ. ആലിബാബയുടെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. ഇതിൽ നിന്നും എന്തെടുക്കണം? എത്രയെടുക്കണം? താൻ സമ്പന്നനാകാൻ ഒന്നും തന്നെ വേണ്ട. തൻ്റെ കഷ്ടതകൾ മാറാൻ താൻ കൊണ്ടുവന്ന ഒരു ചെറിയ ചാക്കിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളും വജ്ര നാണയങ്ങളും അവൻ എടുത്തു. മടങ്ങുന്നതിന് മുമ്പ് അവൻ ആ ഗുഹ ഒന്നുകൂടി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ഇടയാകാതിരിക്കട്ടെ. ഈ രഹസ്യം ആരോട് പറയാനും പാടില്ല. അവൻ ഗുഹയുടെ വാതിലിലേക്ക് നടന്നു. പിന്നെ ആ പതിവ് വാക്കുകൾ പറഞ്ഞു, അടയ്ക്കൂ സീസേ. ആലിബാബയുടെ ജീവിതത്തിലെ ആ വലിയ രഹസ്യവുമായി അവൻ അവന്റെ വീട്ടിലോട്ട് യാത്രയായി. ആലിബാബ വീട്ടിലെത്തി തന്റെ ചാക്ക് തുറന്നപ്പോൾ ഭാര്യ എവിടെ നിന്നോ ഇത് കണ്ടുകൊണ്ടുവന്നു. ചാക്കിൽ നിന്ന് സ്വർണം മിന്നിത്തിളങ്ങുന്നത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഭാര്യ ചോദിച്ചു, ഇതെന്താണിത്? എവിടെ നിന്ന് കിട്ടി? അവൾ ആദ്യമൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ആലിബാബയുടെ ഗൗരവവും ഭയവും കണ്ടപ്പോൾ ആ കഥ സത്യമായിരിക്കും എന്ന് അവൾ കരുതി. അവൾ പറഞ്ഞു, ഇതിൽ എത്ര സ്വർണമുണ്ടെന്ന് അളക്കണം. അതിനായി അയൽപ്പക്കത്ത് താമസിക്കുന്ന കാസിമിന്റെ ഭാര്യയോട് അളവുകലം കടം ചോദിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ആലിബാബയ്ക്കാവട്ടെ അതിനോട് എതിർപ്പായിരുന്നു. അതെല്ലാം അവഗണിച്ച് ഭാര്യ കാസിമിന്റെ വീട്ടിൽ നിന്നും അളവുകലം ചോദിച്ചു. ഇത് കേട്ട കാസിമിന്റെ ഭാര്യയ്ക്കാവട്ടെ അപ്പോൾ തന്നെ സംശയം തോന്നി. അവൾ മനസ്സിൽ പറഞ്ഞു, അളവുകലത്തിനായുള്ള ഒന്നും തന്നെ ഇവർക്കില്ല. എങ്കിൽ അതൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം. അവളുടെ സംശയം ഉറപ്പിക്കാൻ അളവുകലത്തിന്റെ അടിയിൽ തൈലം പുരട്ടി ഒട്ടിച്ചു കൊടുത്തുവിട്ടു. ഇതൊന്നും അറിയാതെ അളവുകലവുമായി വീട്ടിലെത്തിയ ആലിബാബയുടെ ഭാര്യ ചാക്കിൽ നിന്നും സ്വർണം അളക്കാൻ തുടങ്ങി. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അളവുകലം തിരികെ കൊടുക്കുകയും ചെയ്തു. കാസിമിന്റെ ഭാര്യ ആവട്ടെ തിരികെ കിട്ടിയ അളവുകലം മൊത്തമായി പരിശോധിച്ചു. അവൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഒരു ചെറിയ സ്വർണ്ണ നാണയം. അവൾ ചിന്തിച്ചു, ഇവർക്ക് എന്തേലും നിധി കിട്ടിയോ? അവൾ ഒട്ടും തന്നെ ആലോചിക്കാതെ തൻ്റെ ഭർത്താവായ കാസിമിനെ വിവരമറിയിച്ചു. സ്വർണ്ണ നാണയം കണ്ട കാസിം ഒട്ടും വൈകാതെ ആലിബാബയോട് കാര്യം ആരാഞ്ഞു. തൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്വാർത്ഥത അറിയാവുന്ന ആലിബാബ സത്യം പറയാൻ മടിച്ചു. അവസാനം തൻ്റെ സഹോദരൻ്റെ ഭീഷണിയിൽ വഴങ്ങി ആലിബാബയ്ക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. കാസിം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടുകയും പിന്നെ അവൻ്റെ കണ്ണുകളിൽ സ്വാർത്ഥത നിറയുകയും ചെയ്തു. കേട്ട പാതി കേൾക്കാത്ത പാതി ആലിബാബയുടെ താക്കീതുകളെയും അവഗണിച്ച് കാസിം തൻ്റെ വലുതും ശക്തനുമായ കുറേയേറെ കഴുതകളെയും ചാക്കുകളുമായി കാസിം യാത്ര തിരിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, മണ്ടനായ ആലിബാബ ചെറിയൊരു ഭാഗം മാത്രമാണ് എടുത്തത്. പക്ഷേ ഞാൻ എല്ലാം തന്നെ കൈക്കലാക്കും. കാസിം ആലിബാബ പറഞ്ഞ വലിയ പാറമതിലിൻ്റെ മുൻപിൽ ചെന്നു നിന്നു പറഞ്ഞു, തുറക്കൂ സീസേ. ആ വലിയ പാറ നീങ്ങി. ഗുഹയുടെ രഹസ്യവാതിൽ തുറന്നു. അകത്തു കണ്ട കാഴ്ച കണ്ട് അവന് സന്തോഷവും അത്ഭുതവുമുണ്ടായി. അവൻ സ്വയം മറന്ന് അവനെക്കൊണ്ട് പറ്റുന്നതിലും അധികം വാരിച്ചാക്കിലാക്കി. ചാക്കുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ മുന്നിൽ ചെന്ന് പാറയോട് പറഞ്ഞു, തുറക്കൂ. ഓ, മറന്നല്ലോ. എന്തായിരുന്നു അത്? അവൻ്റെ മനസ്സ് പൂർണ്ണമായും സമ്പത്തിനോട് അടിമപ്പെട്ടതിനാൽ ആ രഹസ്യവാക്ക് പൂർണ്ണമായും മറന്നുപോയി. അവൻ വീണ്ടും ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറന്നില്ല. അങ്ങനെ തളർന്ന് ക്ഷീണിതനായ കാസിം ഗുഹയുടെ ഇരുട്ടിൽ വിയർത്ത് വിറങ്ങലിച്ചു നിന്നു. അധികം താമസിയാതെ ഭൂമി കുലുങ്ങുന്നതായി അവന് തോന്നി. അതാ ഗുഹയുടെ വാതിൽ തുറക്കുന്നു. അത് 40 കള്ളന്മാരായിരുന്നു.
അവരെ കണ്ടപാതി കാസിം ഭയത്തിൽ വിറച്ചു. കള്ളന്മാരുടെ നേതാവ് പറഞ്ഞു, പിടിച്ചു കെട്ടു അവനെ. ആരും അറിയാത്ത നമ്മുടെ രഹസ്യം കണ്ടെത്തിയവനെ വെട്ടി നുറക്കൂ. കാസിം എന്തു പറയുന്നു എന്നുപോലും കേൾക്കാതെ 40 കള്ളന്മാർ ചേർന്ന് അവനെ വെട്ടി നുറുക്കി. അതേസമയം ഒരുപാട് വൈകിയതിനാൽ കാസിമിൻ്റെ ഭാര്യ അതീവ ദുഃഖിതയായി. എന്നാൽ അപായ സൂചന മണത്ത അലിബാബ കാസിമിനായി ഉൾക്കാട്ടിലോട്ട് പുറപ്പെട്ടു. ഗുഹയിൽ ആലിബാബ കണ്ട കാഴ്ച കൊടൂരമായിരുന്നു. തൻ്റെ സഹോദരൻ്റെ മുറിവേറ്റ ശരീരം കണ്ണീരോടെ അയാൾ കണ്ടു. കള്ളന്മാർ ഏത് സമയവും തിരിച്ചെത്താം എന്ന തോന്നലിൽ തനിക്ക് കഴിയാവുന്ന രീതിയിൽ തൻ്റെ സഹോദരൻ്റെ ശരീരവുമായി അവൻ തിരികെ വീട്ടിലോട്ട് പുറപ്പെട്ടു. എന്നാൽ തിരികെ വീട്ടിലെത്തിയ ആലിബാബ കാസിമിൻ്റെ ഭാര്യയോട് മരണവിവരം പറയാൻ മടിച്ചു. ആലിബാബയുടെ മുഖം കണ്ടപ്പോഴേ അവൾ പൊട്ടിക്കരഞ്ഞു. അവൾക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവ് ജീവനോടെ ഇല്ല എന്ന്. ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിൽ എല്ലാവരും നിൽക്കുമ്പോഴാണ് മോർജിയാന കടന്നു വരുന്നത്. മോർജിയാന ആലിബാബയുടെ ബുദ്ധിമതിയായ വിശ്വസ്തയായ ദാസിയായിരുന്നു. എല്ലാവരുടെയും മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് എന്തോ അപായ സൂചന ലഭിച്ചു. അവൾ പറഞ്ഞു, എന്താണ് പ്രശ്നം? എന്നോട് പറയൂ. ആലിബാബ കാര്യങ്ങൾ എല്ലാം വിവരിച്ചു. എല്ലാം ശ്രവിച്ച മോർജിയാന പറഞ്ഞു, ആരും പേടിക്കണ്ട. കള്ളന്മാർ പിടിക്കാതിരിക്കാൻ ഈ മരണം ഒരു സ്വാഭാവിക മരണമാക്കണം. മോർജിയാനയുടെ ധൈര്യവും വേഗതയുമുള്ള ചിന്തയും എല്ലാവർക്കും ഇഷ്ടമായി. അതിനായി മോർജിയാന പരിചയസമ്പന്നനായ ഒരു നെയ്ത്തുകാരനെ രഹസ്യമായി കാണാൻ തീരുമാനിച്ചു. ദൂരെ പട്ടണത്തിൽ നിന്നും ഒരു മൂപ്പനെ കണ്ടെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. 10 സ്വർണ്ണ നാണയവും കൊടുക്കാമെന്നേറ്റു. എന്നാൽ കണ്ണുകെട്ടി വേണം തുന്നാനെന്നും ധാരണയിലുണ്ടായിരുന്നു. അതേസമയം അടുത്തുള്ള അറിയപ്പെടുന്ന വൈദ്യനോട് കാസിം രോഗബാധിതനായതിനാൽ കുറച്ചു മരുന്നുകളും അവൾ വാങ്ങി. ഓരോ ദിവസവും രോഗം കൂടുതലാണെന്ന കാരണത്താൽ മരുന്നുകൾ മാറി മാറി വാങ്ങി. അവസാനം കാസിം മരണപ്പെട്ടു എന്ന വാർത്തയും പ്രചരിപ്പിച്ചു. ആ കാരണത്താൽ തന്നെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. എല്ലാവർക്കും ആലിബാബയും ഭാര്യയും നൽകിയ ദുഃഖപൂർണമായ മറുപടികൾ വിശ്വസിക്കാൻ കഴിഞ്ഞു. അതേസമയം കളവ് കഴിഞ്ഞ് ഗുഹയിൽ തിരിച്ചെത്തിയ കള്ളന്മാർ മനസ്സിലാക്കി കാസിമിൻ്റെ ശരീരം നഷ്ടമായ കാര്യം. നേതാവ് പറഞ്ഞു, തങ്ങളുടെ രഹസ്യവാക്കറിയാവുന്ന വേറെ ആരോ കൂടി ജീവനോടെയുണ്ട്. അതാരായിരുന്നാലും കണ്ടെത്തി വധിക്കണം. അതിനായി അവൻ കുറച്ച് വിശ്വസ്തരായ ആളുകളെ അടുത്തുള്ള പട്ടണത്തിലേക്ക് അയച്ചു. പട്ടണത്തിൻ്റെ വീഥികളിലൂടെ നടന്ന് അവർ വളരെ സൂക്ഷ്മമായി ചോദ്യങ്ങൾ ആരാഞ്ഞു. അവർക്ക് ചെറിയ സൂചന ലഭിച്ചു. ഇവിടെ ഒരു ശവസംസ്കാരം അടുത്തിടെ നടന്നുവെന്നും അയാളുടെ സഹോദരൻ അടുത്തിടെ സമ്പന്നനായി എന്നും അറിഞ്ഞു. അവർ ആലിബാബയെ കണ്ടെത്തി. അയാളെ പിന്തുടർന്ന് വീട് കണ്ടുപിടിച്ചു. തങ്ങളുടെ നേതാവിന് കാട്ടാനായി അയാളുടെ വീടിൻ്റെ വാതിലിൽ ഒരടയാളവും ഇട്ടുപോന്നു. എന്നാൽ തൻ്റെ യജമാനന്റെ വീട്ടിലെത്തിയ മോർജിയാന ഈ അടയാളം കണ്ടുപിടിക്കുന്നു. അവൾ അപകടം തിരിച്ചറിയുന്നു. അവൾ അതേപോലുള്ള അടയാളം എല്ലാ വീടുകളിലും ഇടുന്നു. അടുത്ത ദിവസം നേതാവുമായി വന്ന കള്ളന്മാർ ആലിബാബയുടെ വീട് തിരിച്ചറിയാനാകാതെ അമ്പരന്നു. ഇതെന്തു വിചിത്രം! എല്ലാ വീടുകളിലും അടയാളമോ? തൻ്റെ ശത്രുവിൻ്റെ ബുദ്ധി മനസ്സിലാക്കിയ നേതാവ് മറ്റൊരു പദ്ധതി തയ്യാറാക്കി. പട്ടണത്തിൽ സാധാരണയായി കണ്ടുവരുന്ന വലിയ 40 മൺചാറുകളിൽ 40 കള്ളന്മാരെ ഒളിപ്പിച്ച് ആലിബാബയുടെ വീടിനുള്ളിൽ അതിഥിയായി കടന്നുകൂടാൻ പദ്ധതിയിട്ടു. തിരിച്ചറിയാതിരിക്കുവാൻ നേതാവ് എണ്ണ വ്യാപാരിയുടെ വേഷം ധരിച്ച് ശാന്തമായ മുഖഭാവത്തിൽ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. തലേദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് നേതാവ് ആലിബാബയെ കണ്ടു പറഞ്ഞു, താൻ ഒരു എണ്ണ വ്യാപാരിയാണ്. ദൂരയാത്രയിൽ ആയതിനാൽ ഒരു രാത്രി താങ്കളുടെ ഭവനത്തിൽ തങ്ങാൻ അനുവാദം തരണം. കൂടെ ഈ 40 മൺജാറുകളും സൂക്ഷിച്ചു വെക്കാൻ ഇടം തരണം. ആലിബാബയാവട്ടെ ഒരു നല്ല മനുഷ്യനായതിനാൽ അതിന് സമ്മതം മൂളി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം, നിങ്ങൾ എൻ്റെ അതിഥിയാണ്. ആലിബാബ അറിഞ്ഞിരുന്നില്ല ആ ജാറുകളിൽ എണ്ണയല്ല, തന്നെ വധിക്കാൻ കാത്തിരുന്ന കള്ളന്മാരാണെന്ന്. ആലിബാബ അതിഥിയെ സ്വാഗതം ചെയ്തു. രാത്രി വൈകിയാണ് മോർജിയാന വീട്ടിലെത്തിയത്.
അങ്കണത്തിൽ നിരനിരയായി നിൽക്കുന്ന 40 വലിയ ജാറുകൾ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവൾ മനസ്സിൽ പറഞ്ഞു, ഒരു യാത്രക്കാരൻ ഇത്ര ജാറുകൾ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? സംശയം മാറ്റാനായി മോർജിയാന ഒരു ചെറിയ വിളക്കെടുത്ത് ഒരു ജാറിൻ്റെ മൂടി അല്പം മാറ്റി. അപ്പോൾ ആ ജാറിൽ നിന്നും ഒരു ചെറിയ അശരീരി, നേതാവേ, ഇറങ്ങാൻ സമയമായോ? അവളുടെ ശ്വാസം ഒരു നിമിഷം നിന്നു. പക്ഷേ അവൾ പുരുഷ ശബ്ദത്തിൽ തന്നെ മറുപടി പറഞ്ഞു, ആയിട്ടില്ല. അപായം മനസ്സിലാക്കിയ മോർജിയാന എല്ലാ ജാറുകളും പരിശോധിച്ചു. അവൾ തൻ്റെ യജമാനന്റെ അടുത്തെത്തി കാര്യം ധരിപ്പിച്ചു. ആലിബാബയെയും കുടുംബത്തെയും രക്ഷിക്കാനായി മോർജിയാന ഒരു പദ്ധതി തയ്യാറാക്കി. അതിനായി രാത്രിയിൽ നേതാവ് ഉറക്കമായപ്പോൾ അവൾ അടുക്കളയിലോട്ട് പാഞ്ഞു. അവിടെ ധാരാളം എണ്ണ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അവൾക്കറിയാമായിരുന്നു. അവൾ ധൈര്യത്തോടെ ആ എണ്ണ ചൂടാക്കി ഓരോ ജാറിലും ഒഴിച്ചു. ഒരു ഇളം ക്രൂശൽ, പിന്നെ ശാന്തം. ആലിബാബയും കുടുംബവും പേടിയോടെ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നു. അങ്ങനെ ആ കുടുംബം മോർജിയാനയുടെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ രാത്രി വൈകിയാണ് കള്ളന്മാരുടെ നേതാവ് ഉറക്കമുണർന്നത്. അപായം മനസ്സിലാക്കിയ നേതാവ് ഓരോ ജാറും തുറന്നു പരിശോധിച്ചു. താൻ കണ്ട കാഴ്ച അയാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അയാൾ കോപം കൊണ്ട് അലറി, ആരാണിത് ചെയ്തത്? നേതാവ് വാളെടുത്ത് വീടിനകത്ത് കയറി. ആലിബാബയും കുടുംബവും ഭയത്തോടെ ഇതൊന്നും പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ മോർജിയാന ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അവൾ നേതാവ് വന്ന തക്കത്തിന് പുറകിൽ നിന്നും ഒരു ദീർഘമായ വാൾ കൃത്യമായി നേതാവിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. കുത്തേറ്റു വീണ നേതാവിനെ അവൾ ഭയം കൊണ്ട് വിറച്ച കൈകളോടെ നോക്കി നിന്നു. ഇത് കണ്ട ആലിബാബയും കുടുംബവും പറഞ്ഞു, മോർജിയാന, നീ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചത്. നീ ഇന്നു മുതൽ ഞങ്ങളുടെ ദാസിയല്ല, സഹോദരിയാണ്. നിന്റെ ബുദ്ധിയും ധൈര്യവുമാണ് ഞങ്ങളെ രക്ഷിച്ചത്. മോർജിയാനയുടെ കണ്ണു നിറഞ്ഞു. അവൾക്ക് വലിയ അഭിമാനമുണ്ടായി. അങ്ങനെ ഒരു സാധാരണ മരം വെട്ടുകാരനായ ആലിബാബ വളരെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മനുഷ്യനായി മാറി. ഞാൻ തുടക്കത്തിൽ പരാമർശിച്ച പോലെ ഈ കഥ 1001 രാവുകളിലെ ഏറ്റവും മികച്ച കഥകളിൽ ഒന്നാണ്. ഇതിൻ്റെ ഏറ്റവും ലളിതമായ കഥാംശമാണ് നിങ്ങളിവിടെ കേട്ടത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനായി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.